കഥാലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളേവർക്കും സുസ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഭവഭൂതി എന്ന സംസ്കൃത പണ്ഡിതനും മഹാകവിയും നാടകമൊക്കെ രചിച്ചിരുന്ന അദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹം കാളിദാസിന് തുല്യം സമകാലികനായി ജീവിച്ചിരുന്ന ഒരു മഹാകവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം, യഥാർത്ഥ പേര് ഭവഭൂതി എന്നായിരുന്നില്ല, ശ്രീകണ്ഠൻ എന്നായിരുന്നു. അദ്ദേഹം ഒരു വിദ്വത് സദസ്സിൽ, പണ്ഡിതന്മാരും സംസ്കൃത കവികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ വെച്ച് ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലുകയും ആ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ വരിയിൽ ഭവഭൂതി എന്ന നാമം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും കൂടി അദ്ദേഹത്തിന് ഭവഭൂതി എന്നുള്ള പേര് ചാർത്തി കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഭവഭൂതി എന്നായി തീർന്നത്. ഇനി നമുക്ക് യഥാർത്ഥ കഥയിലേക്ക് വരാം. മഹാഭഗവാനായ ശ്രീ പരമേശ്വരൻ കൈലാസത്തിലിരുന്ന് പാർവതീദേവിയുമായി സ്വൈരസല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിൽ പാർവതീദേവി പരമേശ്വരനോട് പറഞ്ഞു, നാഥാ, എനിക്ക് അങ്ങയോടൊരു സംശയം ചോദിക്കാനുണ്ട്. ഉടനെ പരമേശ്വരൻ മറുപടി പറഞ്ഞു, പ്രിയേ, നിനക്ക് ആവശ്യമുള്ള എന്ത് ചോദ്യം എന്നോട് ചോദിച്ചുള്ളൂ, അതിനുള്ള നിവർത്തി ഞാൻ വരുത്തി തരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പാർവതീദേവി ഒരു സംശയം ചോദിക്കും. നാഥ, മഹാനായ 2 കവിശ്രേഷ്ഠരാണുള്ളത്, ഭവഭൂതിയും കാളിദാസനും. ഇവരിൽ ഏറ്റവും യോഗ്യത ആർക്കാണ് എന്ന് പാർവതീദേവി ചോദിക്കും. പരമേശ്വരൻ ഉള്ളിലൊന്ന് ചിരിക്കും. എന്നിട്ട് പാർവതീദേവിയോട് പറഞ്ഞു, നിനക്ക് സ്വയം അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ, അത് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും അതിനുള്ള മറുപടി ഞാൻ തരാം. 2 പേരും യോഗ്യതയിൽ തുല്യരാണ്. എന്നാലും ഒരു കാര്യം ഇന്ന കണക്കേ സംഭവിക്കൂ എന്ന് ഉറപ്പിച്ച് പറയാൻ കാളിദാസിന് പറ്റും. എന്നാൽ ഭവഭൂതിക്ക് അതിന് കഴിയില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പാർവതീദേവിക്ക് അത് മുഴുവനായും മനസ്സിലായില്ല. പാർവതീദേവി പറയും, എനിക്ക് അങ്ങ് പറഞ്ഞത് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. പരമേശ്വരൻ പറയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ സ്വയം അത് പരീക്ഷിച്ചറിയുന്നതാണ് കൂടുതൽ നല്ലത്. അതിനായി ഞാനൊരു ഉപായം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പരമേശ്വരൻ പാർവതീദേവിയുടെ ചെവിയിൽ എന്തോ ഒരു കൗശലം പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് പരമേശ്വരൻ അവരുടെ മൂത്ത പുത്രനായ സുബ്രഹ്മണ്യനെ അടുത്ത് വിളിക്കും. എന്നിട്ട് പറയും, നീ ഒരു മരിച്ച കുട്ടിയുടെ രൂപം എടുക്കാൻ. അങ്ങനെ സുബ്രഹ്മണ്യൻ ഒരു ജഡമായി ഒരു മരിച്ച ശിശുവിൻ്റെ രൂപമെടുത്തു. പാർവതീദേവിയോ വൃദ്ധയായ വയസ്സായ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ രൂപമെടുക്കും. എന്നിട്ട് ഇവർ 2 പേരും കൂടി, അതായത് സുബ്രഹ്മണ്യൻ ഒരു മരിച്ച കുട്ടിയുടെ രൂപം, പാർവതീദേവി വൃദ്ധയായ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ രൂപം, ഇങ്ങനെ 2 പേരും കൂടി കോട്ടവാതിൽ എന്ന് പറയുമ്പോൾ ഭോജരാജാവിൻ്റെ രാജസദസ്സിലെ അംഗങ്ങളാണ് കാളിദാസനും ഭവഭൂതിയും. വേറെ കുറേ മഹാകവികളുണ്ട്. അന്നത്തെ കവി സദസ്സൊക്കെ കഴിഞ്ഞ് പണ്ഡിത ശ്രേഷ്ഠരും കവിശ്രേഷ്ഠരും എല്ലാം സദസ്സിൽ നിന്ന് തിരിച്ച് കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പം ആ വാതിൽക്കലാണ് വൃദ്ധയായ സ്ത്രീ മരിച്ച കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് വലിയ വായിൽ നിലവിളിക്കുകയാണ്, കരയുകയാണ്, വിലപിക്കുകയാണ്. അയ്യോ, എൻ്റെ കുട്ടി മരിച്ചുപോയേ, ഒരു ശാപം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ശാപമോക്ഷത്തിനായി എൻ്റെ കയ്യിലൊരു സമസ്യയുണ്ട്, അത് ആരെങ്കിലും പൂരിപ്പിച്ച് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉറക്കം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴി ഓരോ കവിശ്രേഷ്ഠരായിട്ട് വരും. അവർ ആ സമസ്യ എടുത്ത് നോക്കും. സമസ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ 1-2 അക്ഷരങ്ങൾ, ആദ്യത്തെ ഒരു വരിയുണ്ട്, ആ ബാക്കി വരികൾ, ആ ശ്ലോകം പൂരിപ്പിക്കണം. അത് ഏറ്റവും ശരിയായി, ഏറ്റവും ഭംഗിയായി, അനുയോജ്യമായി പൂരിപ്പിച്ചാൽ എൻ്റെ കുഞ്ഞിന് ശാപമോക്ഷം കിട്ടി, എൻ്റെ കുഞ്ഞ് ജീവിക്കും. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ കവിശ്രേഷ്ഠരായി വന്ന് അവരുടെ ശ്ലോകം പൂരിപ്പിക്കാനായി ശ്രമിക്കും. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഓരോരുത്തരും പൂരിപ്പിക്കും, പക്ഷേ കുഞ്ഞ് ജീവിക്കില്ല. ഉടനെ ആ സ്ത്രീ പറയും, നിങ്ങൾ പൂരിപ്പിച്ചത് ശരിയല്ല, അതുകൊണ്ടാണ് എൻ്റെ കുട്ടി ജീവിക്കാത്തത്. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ അടുത്ത ആളിനോട് ചോദിക്കൂ. അങ്ങനെ പറഞ്ഞൊഴിഞ്ഞ് ഓരോരുത്തരായ നിസ്സഹായതയോടുകൂടി അവിടെ നിന്ന് മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ ആരാ? നമ്മുടെ ഭവഭൂതി ആ വഴിയെത്തി. ഭവഭൂതിയോടും വൃദ്ധയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദേ, നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ കുട്ടി ദേ മരിച്ചു കിടക്കുന്നു. ഒരു ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ശാപമോക്ഷത്തിനായി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഈ സമസ്യ എൻ്റെ കയ്യിലുണ്ട്. ഈ ശ്ലോകം ഏറ്റവും ശരിയായി
നിങ്ങൾ പൂരിപ്പിക്കാമെങ്കിൽ എൻ്റെ കുട്ടി ജീവിക്കും, ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ കരയാൻ തുടങ്ങി. ഉടനെ ഭവഭൂതി അത് കയ്യിലെടുക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന രീതിയിൽ ആ ശ്ലോകം പൂരിപ്പിക്കും. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, കുട്ടി അപ്പോഴും ജീവിച്ചില്ല. ആ സ്ത്രീ പിന്നെയും കരയാൻ തുടങ്ങി. നിങ്ങൾ പൂരിപ്പിച്ചത് ശരിയല്ല, അതുകൊണ്ടാണ് എൻ്റെ കുട്ടി ജീവിക്കാത്തത്. ഇത് പറഞ്ഞവർ പിന്നെയും കരയാൻ തുടങ്ങി. ഉടനെ ഭവഭൂതി പറഞ്ഞു, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഇത് പൂരിപ്പിച്ചു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ നിസ്സഹായനാണ്. നിങ്ങൾ പുറകെ വരുന്ന ആ കവിശ്രേഷ്ഠനോട് ചോദിച്ചു നോക്കൂ. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത് ശരിയായി പൂരിപ്പിച്ച് നിങ്ങളുടെ കുട്ടിയെ ജീവിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പിൻവാങ്ങി. പുറകെ നമ്മുടെ മഹാനായ കാളിദാസൻ വരുന്നുണ്ടായിരുന്നു. കാളിദാസൻ പതിവ് പോലെ ഈ സ്ത്രീയുടെ അടുത്തെത്തി. ഈ സ്ത്രീ കാളിദാസിനോടും മുമ്പെയുള്ള കാര്യങ്ങൾ അതേപടി തന്നെ പറഞ്ഞു. എൻ്റെ കുട്ടിക്ക് ശാപമോക്ഷം വേണം, നിങ്ങൾ ഈ സമസ്യ ഒന്ന് പൂരിപ്പിക്കൂ, ദയവായി പൂരിപ്പിക്കൂ, എൻ്റെ കുട്ടി ജീവിക്കട്ടെ. ഇത് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. കാളിദാസൻ അത് പൂരിപ്പിക്കാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, കാളിദാസൻ പൂരിപ്പിച്ചത് ഭവഭൂതി പൂരിപ്പിച്ച അതേ വരികൾ, അതേ വാക്കുകൾ, ഒരക്ഷരം പോലും വ്യത്യാസമില്ലാതെയാണ് കാളിദാസനത് പൂരിപ്പിച്ചത്. പൂരിപ്പിച്ചു കഴിഞ്ഞിട്ട് പഴയതുപോലെ തന്നെ കുട്ടി ജീവിച്ചില്ല. ഉടനെ ആ സ്ത്രീ വീണ്ടും നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. ദേ, നിങ്ങൾ പൂരിപ്പിച്ചതും ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ കുട്ടി ജീവിക്കാത്തത്. ഇത് പറഞ്ഞ് അവർ പിന്നെയും വിലപിക്കാൻ തുടങ്ങി, കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഉടനെ കാളിദാസൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടി മരിച്ചിട്ടില്ല. മരിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ഇപ്പോൾ ജീവിച്ചേനെ. ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഭംഗിയായി, ഏറ്റവും അനുയോജ്യമായാണ് ഇത് പൂരിപ്പിച്ചത്. ഇതിൽ കൂടുതൽ ഭംഗിയായി വേറൊരാൾക്കും ഈ ലോകത്തിൽ പൂരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി, ഉറപ്പോടുകൂടി, സംശയലേശമന്യേ കാളിദാസൻ അവിടുന്ന് നടന്നകന്നു. അപ്പോൾ പാർവതി ദേവിക്ക് പരമേശ്വരൻ എന്താണ് തന്നോട് ഭവഭൂതിയെയും കാളിദാസിനെയും കുറിച്ചുള്ള വ്യത്യാസം പറഞ്ഞത് എന്താണെന്ന് പാർവതി ദേവിക്ക് ഉള്ളിൽ മനസ്സിലായി. അതെ, ഭവഭൂതിക്കാണെങ്കിൽ യോഗ്യതകളെല്ലാം ഉണ്ട്, അറിവുമുണ്ട്, പക്ഷേ ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. സംശയം മനസ്സിലുണ്ട്. ഇന്നതകളൊക്കെ സംഭവിക്കൂ എന്ന് ഉറപ്പിച്ച് പറയാൻ ഭവഭൂതിക്ക് കഴിയുന്നില്ല. എന്നാൽ കാളിദാസൻ സംശയമൊന്നുമില്ലാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി, ഉറപ്പോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് ഉറപ്പിച്ച് പറയാൻ കാളിദാസിനെ കൊണ്ട് കഴിയുന്നു. ഇത് മനസ്സിലാക്കിയ പാർവതി ദേവി കുഞ്ഞിനെയും എടുത്ത്, സുബ്രഹ്മണ്യനെയും എടുത്ത് പരമേശ്വരൻ്റെ അടുക്കലേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.